ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ അറിയാലോ, ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. സോ ഞാൻ ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ആഘോഷങ്ങളോ അങ്ങനെ സെലിബ്രേഷനോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് നമ്മുടെ തൊടിയിലോട്ട് വന്നു, കുറച്ച് വാഴയില എടുക്കാനുണ്ട്. അപ്പം ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അട മേക്ക് ചെയ്ത് അടപ്രഥമൻ ഉണ്ടാക്കുക, അത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അല്ലാതെ ഇന്ന് വലിയ ആഘോഷമോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ന് അടപ്രഥമനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി വാഴയില എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇന്ന് ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. സോ ഐ ആം സോ എക്സൈറ്റഡ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒക്കെ വേണം. അപ്പോൾ ഒന്ന് വാഴയില എടുത്തിട്ട് വരട്ടെ. ഈ വാഴയില വെച്ചിട്ട് ഞാൻ അട ഉണ്ടാക്കി പായസം മേക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഇതേവരെ ഇങ്ങനെ അട ഉണ്ടാക്കിയിട്ട് അട മേക്ക് ചെയ്തിട്ട് അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എൻ്റെ പരീക്ഷണം എന്നും കൂടി പറയാം. എല്ലാ ആൾക്കാരും എൻ്റെ പരീക്ഷണത്തിന് വിധേയരാവണമല്ലോ എന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരിത് എത്രത്തോളം വർക്കൗട്ടാവും എന്ന് എനിക്കറിയില്ല. എല്ലാം നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണല്ലോ പഠിക്കുന്നത്. ഒരു വാഴയില ഒടിഞ്ഞു കിടക്കുന്നു. ഈ വാഴയില എടുക്കുന്ന നമ്മുടെ പറമ്പല്ല, ഇത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാറുള്ള ബാലൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്നാണ് വാഴയില എടുക്കുന്നത്. നമ്മളെ പറമ്പിൽ വാഴയില ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യം വേറൊന്നുമല്ല, നമ്മളവിടെ ഉള്ളത് പാളയം തോടൻ, ഞാലിപ്പൂവൻ അങ്ങനെ ഇല്ല. ഞാലിപ്പൂവൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തത്. ചോദിച്ചിട്ടൊന്നുമില്ല. വാഴയില എടുത്തിട്ട് വന്നിട്ടാണ് ഒരു 4-5 റംബൂട്ടാൻ നിൽക്കുന്നത്. അത് പറിക്കാമെന്ന് വിചാരിച്ചു. ആരും കാണാതെ റംബൂട്ടാൻ നിൽക്കുന്നു. നല്ല പഴുത്ത് നല്ല ഒരു കൊല റംബൂട്ടാൻ. ഓ, കണ്ട് അമ്മ കണ്ടച്ചാ പോയി. ഇത്രയും പഴുത്തിട്ട് ആരും കണ്ടില്ല. ആ കിളിയൊന്നും കണ്ടില്ലല്ലേ? 6 7 എണ്ണം ഉണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന അരി വന്നിട്ട് പുന്നൽ അരിയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കാണ്. ഇപ്പോൾ അമ്മ നേരത്തെ തന്നെ കുതിർക്കാനിട്ടായിരുന്നു. കുതിർത്ത പുന്നൽ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അരച്ചാണ് എടുക്കുന്നത് കേട്ടോ. നോർമലി എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് അവേഴ്സ് ഇത് കുതിർക്കാനായിട്ട് ഇടേണ്ട ആവശ്യം ഇല്ല. അതുമല്ല, ഇതിൻ്റെ ഒരു പരുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നൂൽപ്പാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിരിക്കണം. എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നമുക്കിത് അരച്ചെടുക്കാം, നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കാം. ഈ സമയം ഇലയൊക്കെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇലയെല്ലാം വാട്ടി കഴിഞ്ഞിട്ട് വേണം കഴുകിയെടുക്കാൻ. കുറച്ച് ഇല കുറച്ചിങ്ങനെ വെറ്റായിട്ടിരിക്കണം. അപ്പോഴാണ് നമുക്കത് പ്രോസസ്സിങ് നല്ല കറക്റ്റായിട്ട് വരിക. അത് ഇത് ചെയ്യാൻ വേണ്ടി അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലാണ് കേട്ടോ വെള്ളം വയ്ക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഈ അട ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നത് ഇതിലോട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇടണം ഈ വെള്ളത്തിൽ. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഇച്ചിരി എന്നിട്ടൊരു സോസ് പാൻ വെച്ചു. ഞാൻ ഇതിലാണ് ശർക്കര ഉരുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഉപ്പേരി പാകം തുറക്കുമ്പോഴേ അതിനകത്തൊരു പ്രത്യേക മണമാണ്. എന്തെന്നറിയാമോ,
അതിൽ വരെ ചുക്ക് കാപ്പിയുടെ പൊടിയൊക്കെ ഇരുന്നത് കൊണ്ടൊക്കെ ആ കരിപ്പട്ടി അല്ലേ, കരിപ്പട്ടിയുടെ മണമൊക്കെ ഉണ്ട്. ഞാൻ നമ്മൾ എടുത്തേക്കുന്ന 1 കിലോ അരിയാണ് അല്ലേ അമ്മ? 1.5 ഉണ്ടോ? 1.5 എടുത്ത അരിയുണ്ട്. അപ്പൊ എനിക്കൊന്ന് ശർക്കര ഇത്രയും ചേർക്കേണ്ടി വരും അവർക്ക്. അത്ര ശർക്കര വേണം. ഇത് വലിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉപയോഗിക്കുന്ന ശർക്കര ഈ മറയൂർ ശർക്കര എന്ന് പറഞ്ഞൊരു ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഈ മറയൂർ ശർക്കരയ്ക്കാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഡാർക്ക് കളർ ഉണ്ടായിരിക്കുക. അറിയാവോ അമ്മയ്ക്ക് മറയൂർ ശർക്കര എന്താണെന്ന്? അറിയില്ലേ? പൊട്ടിച്ചിട്ടെങ്കിൽ കുറച്ച് എളുപ്പം ഇതായത് പൊട്ടിക്കാണ്ടായിരുന്നു. കുറച്ച് പൊട്ടിച്ചിടാങ്കിലേ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര കുറച്ചുകൂടെ ഇത് എളുപ്പത്തിൽ അലിഞ്ഞിട്ടെ. ഞാൻ പക്ഷെ പൊട്ടിച്ചിട്ടില്ല, എളുപ്പത്തിന് അങ്ങ് പൊട്ടിക്കാൻ കിട്ടും. അടുപ്പിൻ്റെ പുറത്തേക്ക് അവിടെ മുകളിൽ വെച്ച് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം അല്ലെങ്കിൽ സുഖം. പക്ഷേ സ്പേസിൻ്റെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഇലയിൽ പോയിട്ട് അട മേക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചു. എന്നിട്ടാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ നിലത്തൊന്നും വീഴത്തുമില്ല, സേഫായിട്ട് ഇവിടെ നിന്ന് ചെയ്യുകയും ചെയ്യാം. വാഴനാരാണ് കേട്ടോ, കെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴനാരാണ്. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. വാഴയില മാക്സിമം നമ്മൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ നീളത്തിലെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നമുക്ക് ഈ റോൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുക്കാം. നെയ്യ് തൂകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അട ഇലയിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നെയ്യ് ഒന്ന് ഇലയിലേക്ക് ഇതുപോലെ കംപ്ലീറ്റ് ഇലയിൽ നമുക്കിങ്ങനെ നെയ്യ് ഇങ്ങനെ തൂക്കിയെടുക്കാം. കുറച്ച് നല്ല വീതിയുള്ള ഇലയാണെങ്കിലേ കുറച്ച് നല്ല നമുക്ക് ഈസി ആയിട്ട് പറ്റും, കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. നമുക്ക് വന്നിട്ട് കുറച്ച് ഒരു ലൂസ് വന്നിട്ട് നമ്മളെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും, കയ്യിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്ലൗസ് അങ്ങനെ ഇട്ടിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഇത് മുമ്പ് മുതലേ ഇങ്ങനെ കയ്യിലാണ് അത് ചെയ്യുന്നത്. ഇത് കയ്യിലിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ ആക്കുക. then നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഈ വള്ളിയുടെ പ്രയോജനം ഇനിയാണ്. ഈ വള്ളി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഭയങ്കര നേർപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയാവാതെ ഇങ്ങനെ ഇത്രയും നേരത്താണ് കേട്ടോ പോകേണ്ടത്. ഇച്ചിരി പാടുള്ള പണിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പം ഇങ്ങനെ കെട്ടി നമ്മൾ സേഫായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കും. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇലയിൽ റോൾ ചെയ്തെടുത്ത മാവ് നല്ല തിളച്ച വെള്ളം, ഇഡലി പാത്രത്തിൽ നല്ല നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ വെച്ച് എടുക്കണം. അപ്പോഴത്തേക്കും വെച്ച് പാത്രം നിറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു. പിന്നെ നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും ഞങ്ങൾ നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തിട്ട് വേണം അത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് പറക്കിയിട്ടിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ. ഒരാളും കൂടെ വന്നപ്പോഴത്തേക്ക് എളുപ്പമായി അല്ലേ കണ്ണ? ഞാൻ പാടം ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കി ചെയ്യട്ടെ. അവിടെ നമുക്ക് ഉണ്ടാക്കി ചെയ്യാം. കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കണം. ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അമ്മ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ചോറ് കൂടി അപ്പരാട് നിർത്തി.
പരിപാടി ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഞാനിത് നല്ലപോലെ ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, മെയിൻ കല്യാണത്തിനാടിയൊക്കെ ഇതുപോലെ ഇലക്കകത്ത് വാടി വെള്ളത്തിലിട്ട് പൊടിച്ചെടുത്താൽ ഉണ്ടാകുന്ന വാഴകൾ അതൊരു പ്രത്യേക ഇത് തന്നെയല്ലേ. അതെ, നമ്മള് വീട്ടിൽ മേക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതും അല്ലാതെ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതും രണ്ടും രണ്ടാണ്. തണുത്ത വെള്ളത്തിലോട്ട് പ്ലക്കോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ, തിന്നായിട്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യൂ? ഇല്ലല്ലോ. ഇല്ല, ഇത് വരട്ടുമ്പോ തന്നെ അത് പൊടി. ആ, അടുത്ത കയറ്റിയിരിക്കണം. നെയ്യ് ഒഴിക്കാം. അരി തട്ടിട്ട് വേണം നല്ല ഇറക്കാം. അങ്ങനെയല്ല, വേദനിക്കുന്ന പോലെയല്ല, നല്ല സാനി ഒഴിക്കും. ഇവിടുത്തെ പായസം വയ്ക്കുന്ന ആളുടെ മാറ്റമായിരിക്കും. കണ്ണനെ അടിക്കുന്നു എല്ലാവരും വിളിക്കുക പായസം വയ്ക്കാം. അല്ല, അങ്ങനെ തിരിച്ചറിയാം. ചേർക്കാം, കുറച്ചാണ് ചേർക്കാം. അത്രയും പിടിപ്പിക്കണം. ഇതിലെ വെടി ഉരുളക്ക് ചൂടല്ലോ. പിടിച്ചോ. ഞാൻ പിടിക്കാം. വെക്കുന്നുണ്ടോ? കുറച്ചുകൂടി കാഷ്യൂനട്ട് വേണോ? വെക്കുന്ന വെച്ചാ വറുക്കാൻ, ഇനി വറുക്കാനുണ്ട്. അത്രയും വേണ്ട, കാഷ്യൂനട്ട് മാത്രം മതി അമ്മ. മുന്തിരി വേണ്ട. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതാവും, ഒരു പുളിയാവും. എന്താ വെച്ചാ മൂടി വെക്കുന്നത് എന്താ വെച്ചാ അമ്മ എത്ര വെക്കണം? മതി മതിയോ? എവിടെയാ അടുപ്പിന്റെ അവിടെയാണ്. ഞങ്ങൾ വിളിച്ച ഗസ്റ്റുകളൊക്കെ ഇതാ വന്നോണ്ടിരിക്കുന്നതാണ്. ഗസ്റ്റുകളൊക്കെ ഏകദേശം എത്തിയിരിക്കുകയാണ്. ലൈവ് അല്ല, വീഡിയോ എടുക്കണം. ഒരു ബെനിഫിറ്റാ.
രസമുണ്ടല്ലോ, ഫോട്ടോ കണ്ട പോലെ അല്ലല്ലോ, നല്ലതാണല്ലോ. അല്ല ഇതിനിടയ്ക്ക് ഈ സ്കീം ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, ആനിവേഴ്സറി വന്നിട്ട് ആനിവേഴ്സറി ഇടയ്ക്ക് സ്കീം. രാജേഷൻ എന്താണ് പറയാനുള്ളത് ഈ വേളയിൽ? രാജേഷിന് പറയാനുള്ള 2 വാക്കുകൾ എന്താണ് പറയാനുള്ളത്? സന്തോഷമായി. ഇത് അടുത്തൊരു മെസ്സി ഫാൻ ഇപ്പോഴും. മെസ്സി ഫാൻ എന്നാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അടുത്ത തോറ്റ ഫാൻ ഇരിക്കുന്നത്. നീ ടീമാനതാ? നീ തോറ്റു പോയ ടീമല്ലടാ. എന്താ ജയ? എടാ പറയടാ, എന്തായാലും 2 വാക്ക് പറയടാ. അതെ, എഴുന്നേറ്റ് പോയി. അവിടെ 2 പേര് വേറെ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? സ്കീം ഇറങ്ങാൻ വേണ്ടിയുള്ളവരാണ് ചേട്ടാ. സ്കീമിൽ എടുക്കാൻ വേണ്ടിയുള്ളവരാണ്. ശരി, നല്ലതല്ലേ? ഒരു ഭാവിയിലേക്ക് ഒരു തുക. ഞാനില്ല, അവിടെ ഹലോ, ഓക്കെ. അടുത്ത പായസം വന്നിരിക്കുകയാണ്. പായസ വിതരണത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പായസ വിതരണം. ഇതേത് പായസം കുടിച്ചിട്ട് പറയാം? അടപ്രഥമനുണ്ട്, കടലപ്രഥമനുണ്ട്, പരിപ്പുണ്ട്, മത്തങ്ങയുണ്ട്, ഏത്തപ്പഴമുണ്ട്, ചക്കയുണ്ട്. നമുക്ക് ഇതിലെത്താൻ നോക്കാം. നാളെ രാവിലെ കൊച്ചു കൊടുത്തില്ലേ? പ്രഥമനെ കുറിച്ച് 2 വാക്ക് പറയാ. ഉണ്ടാക്കിയതാ പ്രഥമനെ? ഉണ്ടാക്കിയതാ? അവിടെ ഉണ്ടാക്കിയതാ? അവിടെ ഉണ്ടാക്കി ചെയ്തതാ. മണി അച്ഛനെ എങ്ങനെ ഉണ്ട് അച്ഛാ? പായസം എങ്ങനെ ഉണ്ട്? 2 വാക്ക്. അടിപൊളി. പറയാ. അവിടെ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ല, നല്ല പായസം. സൂപ്പർ പായസം. ഇനിയില്ല, ഇനി അവിടെ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. ഇതോടുകൂടി അവിടെ ഉണ്ടാക്കി നിർത്തും. ഇതോടുകൂടി അവിടെ ഉണ്ടാക്കി നിർത്തും. പായസം സൂപ്പർ പായസം. കല്യാണത്തിന് ഒരു 2-3 ദിവസം മുമ്പ് സിനിമ കണ്ടായിരുന്നു. സിനിമ വിളിച്ചിട്ട് എവിടെ വിളിക്കാൻ? ആ കാര്യം തന്നെ പറഞ്ഞു. അവിടെ നിന്ന് പന്തലിരുന്നു പിന്നെ ഞാൻ മംഗളാശംസകളുണ്ടായി. കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. കേക്ക് കട്ടിക്കാൻ പോകണം കേട്ടോ. നമുക്കൊരു പാട്ടൊന്നും പാടാറില്ല. ഒരു പാട്ട് പറഞ്ഞതാ. പറയാനാണ് പാടേണ്ട കാര്യമില്ല. ഓടിയല്ലേ വരുമായിട്ട് വന്നേ. അടുത്ത മധുരം വെപ്പാണ് കേട്ടോ. അത് മധുരം മധുരം കൊടുക്കുന്നു.
ഒരു അടിയും ഒരു വർഷം കഴിഞ്ഞ് ഇനി അടുത്ത അടിയും അത് തന്നെ. ഞങ്ങൾ കടക്കുകയാണ്. അതെ, പുതിയ പുതിയ വഴക്കുകൾ കണ്ടുപിടിക്കാനും പുതിയ പുതിയ അടികൾ പുതിയ സങ്കുലിതമായ എന്താ പറയാ പുതിയ നിങ്ങൾക്ക് ഇനി ഒന്ന് മധുരം തരാം കേട്ടോ. അതെ കൊടുക്കും. അമ്മാനും തിരിച്ചു കൊടുക്കും. പിന്നെ കൊടുക്കാം. ഇതിലെന്ത് വിടണം എന്ത് വിടണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കൊറേ വീഡിയോസ് അവന് കൊടുക്കാൻ അവൻ ആദ്യം കൊടുത്തു. ഈ അത് ഭയങ്കര ക്ഷമ വേണം. കണ്ണന് കൊടുത്തു. അമ്മാവന് കൊടുത്തില്ല. കുറച്ച് കൂടുതൽ എടുത്ത് കാണല്ലേ. നീ തമിഴരൊക്കെ പേക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെ? അങ്ങനത്തെ കലാപരിപാടി ഉണ്ടോ? അങ്ങനെയാണ് എന്ത് വേണം ചെയ്യത്തില്ലേ? അമ്മാവൻ കൊടുത്തില്ല. തുറക്കമുണ്ട് കഴിക്കണ ചേർക്കാ. ഇനി എല്ലാവർക്കും കട്ട് ചെയ്ത് തരാം കേട്ടാ. നീ സമ്മാനം ആ പിള്ളേരെ എല്ലാരും സമ്മാനദാനം ഉണ്ട് കേട്ടോ. എന്റെ സമാധാനം പ്ലാസ്റ്റിക് ഊരിട്ട് കൊടുക്കണം കേട്ടോ. അവരുടെ മനസ്സിൽ കാണിക്കില്ല. എന്ത് വെച്ചെന്ന് പ്ലാസ്റ്റിക് കൂടി കാണിക്കും. എല്ലാവർക്കും കൊടുക്കാം. അതെ കൊടുത്തിട്ട് സമ്മാനദാനം. എന്തേ മണ്ണൊക്കെ അഞ്ച് പേര് വരും. സമ്മാനം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇല്ല കേക്ക് തന്നിട്ട് പോഴടി പിള്ളേർക്ക് പാത്രത്തിൽ കൊടുക്കാം അല്ലേ അമ്മ? അവർക്ക് പാത്രത്തിൽ കൊടുക്കാം അല്ലേ കേക്ക്? കേക്ക് കഴിച്ചിട്ട് മധുരം ആദ്യം ഞാനത് കട്ടിന്റെ ചാറ് പാത്രം കൊണ്ടില്ല. അവര് അമ്പാടി കളി കാണുമായിരിക്കും. എന്റെ സമാധാനമാണ് ആദ്യം തന്നെ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കേക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് കേക്ക് കൊടുക്കട്ടെ. നമ്മളിവിടെ അമ്പാടി മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന എവിടെയാ കട്ട് ചെയ്തുണ്ട് അമ്മ എടുത്തോളൂ. അവർക്ക് കൊടുക്കണം. കണ്ടു കണ്ണൻ നേരിട്ട് കണ്ടു. നീ ആരെങ്കിലും സമ്മാനം മേടിക്കാൻ അത് ഞാനല്ലേ. എന്റെ ചെറിയ സമ്മാനം. അത് ഞാനല്ലേ. ഇത് ചെറിയ സമ്മാനം കേട്ടോ. ഇതൊരു ചെറിയ സമ്മാനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ. എനിക്ക് ആദ്യമായിട്ട് തരാൻ സമ്മാനം. ആദ്യമല്ല കഴിഞ്ഞ ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പ് പ്രാജം ആ അപ്പൊ വാച്ച് വാങ്ങിച്ചു. അതല്ല അത് കഴിഞ്ഞിട്ട് സാരി. അപ്പൊ ഇത് മൂന്നാമത്തെ. അല്ല ആദ്യം മറ്റേ എൻഗേജ്മെന്റ് അപ്പൊ ബർത്ത്ഡേക്കാണല്ലേ? ബർത്ത്ഡേക്കാണ്. എനിക്ക് സെലക്ഷൻ ആണ് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത്. അതിന്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടൊന്ന് കമ്മൽ കൊണ്ടുവന്നു. ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റോറന്റ് കേട്ടോ. സാരി റെസ്റ്റോറന്റ് വാങ്ങിട്ട് വന്നത്. എനിക്കില്ലാത്ത കളറാ. എനിക്കില്ലാത്ത കളറാ. കണ്ട സമ്മാനം റെസ്റ്റോറന്റ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഭവതിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ശ്രീമതിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല കളർ. നല്ല കളർ കോമ്പിനേഷൻ. എനിക്ക് ഇല്ലാത്ത കളർ കോമ്പിനേഷൻ. എന്റെ ഗിഫ്റ്റ്
കേക്ക് വന്ന് വെച്ചേക്ക് ഒന്ന് കൈ പോലും അടിക്കാൻ ഇവിടെ ഒന്നും ഇന്നലെ കാണാൻ പറ്റുമല്ലോ. അല്ല എനിക്ക് അത്രയും ഒരു കനത്തിലുള്ളായിരുന്നു ഞാൻ തിരിച്ചിട്ട് ഒരു ഓ ഇത് ഇതിനകത്ത് തിരിച്ച് കാണത്തുള്ള കൂടുതൽ ഞാൻ കൊടുത്ത ഗിഫ്റ്റിന്റെ എവിടെ കൊണ്ടുവരേ ഞാൻ കൊടുത്തത് ഇതാണ് ഞാൻ കൊടുത്തത് കേട്ടോ. എനിക്ക് കൂടുതൽ കനത്തിൽ അങ്ങോട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എനിക്ക് തന്ന ഗിഫ്റ്റുകളാണ് കേട്ടോ. ഓ ഇത് ഒരു കൊല്ലത്തേക്ക് ഷൂ ആയിരിക്കും. ഷൂസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നവർ ഇപ്പൊ ഷൂസ് ആണ് ഉപയോഗിക്കുന്നത്. അതെ ഷൂസ് ആണ് കൊള്ളാം. വാ ഒരു ഷൂ ഇതും ഷൂ തന്നെയായിരിക്കും, ചെരുപ്പല്ല. അഡിഡാസിന്റെ പ്യൂമയുടെ കവറാണെങ്കിൽ അഡിഡാസിന്റെ ഷൂ. ഇതും ഷൂ. ആകെ 2 കാലുമുണ്ട്, 4 ചെരുപ്പും. താങ്ക് യു. നീ നിങ്ങൾക്ക് സമ്മാനം തരാൻ ഒന്നും തരാം. അതെ. അതെ അമ്മ കൊടുത്തു നീ കൊടുത്തു ഞാൻ കൊടുത്തോളാം നീ കൊടുത്തു അത് സാരി അത് വെച്ചില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊട്ടിച്ച്. ഒന്ന് കുത്തി കാണിച്ചു ഓ ഇതൊക്കെ ഇപ്പോ ഡൗൺലോഡ് ചെയ്ത് ഞാൻ മതി ഇഷ്ടപ്പെട്ടത് തോന്നുന്നില്ലേ ഞാൻ ലേറ്റസ്റ്റ് അല്ലേ അതിനോട് ഈ ഒരു സാധനം കൂടെ ഉണ്ട് കുത്തി വെട്ടം ഒന്ന് കുത്തിക്കേ ഒന്ന് കുത്തി കാണിച്ചു ആ ഇതല്ലേ ഇവിടെ അടിയോ ഇവിടെ കുത്തിക്കേ ലൈറ്റ് മതി. Yes, പുതിയ സംഭവം. പോട്ടെ. ഒരു പാത്രത്തിൽ കൊടുത്ത് ഞാൻ കഴിച്ചു അമ്മമാരോട് ചോദിച്ച സാധനം അന്നേരം അതിനൊന്ന് കുത്തി കാണിച്ചു ലൈറ്റ് എവിടെ ഇപ്പൊ ഇടുന്നത്? വെറുതെ ഫോട്ടോ തെളിഞ്ഞ് നിൽക്കുന്ന ഓളയിലേക്ക് വരും. ആ അല്ലാതെ സൈഡിൽ കൂടി ഒന്നുമല്ല ഫോട്ടോയ്ക്ക് തെളിച്ചം കിട്ടുന്ന പോലെ ആ ലൈറ്റ് ജസ്റ്റ് Yes, yes. നാളെ ഇല്ലല്ലോ നാളെ ബസ്സില്ല. കോട്ടയം ജില്ല സമരം. അപ്പൊ നാളെ പോണം അടുത്തേ നാളെ പോകണം നല്ല രസമാണ്. ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുണ്ട്. Full light, white light. അല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഞാൻ സാരി ആയിരുന്നു ഞാൻ സാരി അമ്മ പറഞ്ഞറിയാം നീ ആരോട് ചോദിച്ചാ അമ്മ അന്ന് അവിടെ നിങ്ങൾ അമ്പലത്തിൽ പോയ ഫോട്ടോ ഇല്ലേ ഞാൻ എനിക്കെന്താ നിങ്ങൾ ഓരോ ദിവസം സ്റ്റാറ്റസ് ഇട്ടതല്ലേ അന്നേരം വന്നപ്പോ എനിക്കിത് ഭയങ്കര ആ ഒരു പോസ് സാധാരണ ഒരു പോസ് അല്ലല്ലോ ഇതിലാണ് ശ്രീദേവി ആന്റി കേട്ടോ മറന്നുപോയി രണ്ടാമത് ഞാൻ പറഞ്ഞത് തീരെ ചെറുതായിട്ട് താഴെ ഇരുന്നു. അതൊന്നും ഞാൻ കണ്ടില്ലെന്നാ ഉണ്ട്. ഇല്ല, അത് അങ്ങനെ കിട്ടുന്നുണ്ട് അതേ അതേ കണ്ടില്ല ആ പേര് വേണ്ടല്ലേ പിന്നെ എന്നാ? അടിപൊളി. അല്ലേ പിന്നെ ഒരു കാലത്ത് നമ്മൾ ഇത് ആരെന്നൊന്നും ആയിരുന്നു മറന്നുപോയി ഇതപ്പോ റൂമിലേക്ക് എന്നും ഓർമ്മയുണ്ടാവണം Okay. താങ്ക് യു രേഷ്മജി. ഇനി അടുത്ത gift എടുക്ക്. ഓ, okay, ഇത് കാണുന്ന ഇങ്ങനെ. സമ്മാനം കൊടുക്കണം. അതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും താങ്ക് യു. Thank you. മേടിയേ. ഇതൊക്കെ പറഞ്ഞതുണ്ട് ഈ കാട്ടി കിടക്കുന്നവർക്ക് അറിയാമോ സമ്മാനം കൊടുക്കുമ്പോൾ കൈയടിക്കണമെന്ന് എന്നാണ് ആലോചിക്കണേ? ആരായിരിക്കും? ഇത് ഫോട്ടോ ആയിരിക്കും. ഫോട്ടോയാ എന്തായിരിക്കും? ഭഗവാന്റെ ആയിരിക്കും. ശിവപാർവതി ആയിരിക്കും. ഭഗവാന്റെ ആയിരിക്കും. അല്ലേ? ഇവിടെ ഇല്ലാത്തതാണ് നമുക്ക് ഉള്ളത്. നോക്കാം ആരുടെ അനുമാനാ ശരിയെന്ന് നോക്കാവേ ഏത് ഭഗവാനാ കണ്ണൻ പറഞ്ഞേ കണ്ണ എന്നിട്ട് പറഞ്ഞാൽ മതി ആരായിരിക്കും ഭഗവാനാന്ന് പറഞ്ഞു ആരായിരിക്കും എന്ന് പറഞ്ഞു രണ്ടുപേരും. അപ്പൊ ശിവപാർവതി. ശിവപാർവതി. ആ നോക്കാം ആര് പറയല്ലേ ശിവൻ പറഞ്ഞത്. ആ സീമ എന്നെ പറയുന്നുണ്ടെ ആ, പറഞ്ഞു ശിവപാർവതി. അത് നീ പറ. ശിവപാർവതി എന്ന് പറഞ്ഞാൽ കാരണം, നീ വേറെ പറ. ഞാൻ അത് കൃഷ്ണൻ പറ മനസ്സിൽ ചുമ്മാ തോന്നുന്ന പറ അതെ കൃഷ്ണൻ പറ പക്ഷെ അതല്ലായിരിക്കും ശിവന് പാർവതി ആയിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ അറിയില്ല. കൃഷ്ണന്റെ അതേ ആ. നോക്കാം. നോക്കാം ശിവന് പാർവതി ആയിരിക്കും. നോക്കാം ഇത് ആരാണ് ഇതിൽ ആരും അല്ലേന്ന് നമുക്കറിയാം ആരുമല്ലേ ശ്രീരാമനെ തീയതിയാണ് കഴിയുമല്ലേ? കൃഷ്ണന്റെ അതേ. നിന്റെ സഹോദരനൊക്കെ കണ്ടാ രക്ഷ ഞാൻ കൃഷ്ണൻ അറിയാൻ പറഞ്ഞോളാം അല്ല എനിക്ക് കൃഷ്ണന്റെ അതേ പിന്നെ ചേട്ടൻ അത് ഇത് കൃഷ്ണന്റെ അതേ. അതായിരിക്കും അല്ല, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഫോട്ടോയിൽ കൂടുതൽ കൃഷ്ണന്റെ ആദ്യം ആയിരിക്കും വരുന്നത്. അതെ. ഇങ്ങനത്തെ ഫോട്ടോ. അതങ്ങനെ എങ്ങനെ കൃഷ്ണൻ ഞാൻ പറയാൻ പറ്റില്ലായിരുന്നു അവിടെ അവന്റെ ഇതിന് ഞാൻ ശരിക്കും എന്ത് ചെയ്തില്ല
ഉണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ മാറി. സിറ്റുവേഷൻ മാറിയതാ. സിറ്റുവേഷൻ മാറി. ഞാൻ നസീമോട് നീ പറഞ്ഞു ആരാ കൊടുക്കുന്നേന്നാ ചിന്തിച്ചത്, ആര് തരുന്നേന്നല്ലേ. രാജന്റെ ഗിഫ്റ്റ് ഒന്നുമില്ലടാ. അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ അതിസാഹസികമായിട്ട് പായസം ഉണ്ടാക്കി. പായസം ഉണ്ടാക്കിയതും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് പായസം ഉണ്ടാക്കി. അയ്യോ ഇനി മേലാൽ അട ഉണ്ടാക്കത്തില്ല. അട ഇനി അടുത്തവണ മേടിക്കാൻ. അപ്പോൾ ഞങ്ങൾ നാലുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട്. പക്ഷേ കഷ്ടപ്പാടായാലും അടിപൊളിയായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ, എല്ലാവരും പറഞ്ഞു നല്ല. ഉണ്ടാക്കിയ അടയിൽ പായസം ഉണ്ടാക്കി. അതെ, ഇച്ചിരി പായസം ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയി കാണാം.